പേരിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട 14 പേരിൽ 4 പേർക്ക്, അതായത് ചെറിയ കാലയളവിലേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 4 പേർക്ക് ഹൈക്കോടതി അവരുടെ തടവ് ശിക്ഷ മരവിപ്പിച്ചു, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം എന്താണ് ഉണ്ടായത്? മുൻ MLA ആയിരുന്ന KV കുഞ്ഞിരാമൻ അടക്കമുള്ള നേതാക്കൾക്ക്, CPM-ന്റെ നേതാക്കള് വലിയ സ്വീകരണം, രക്തഹാരമണിയിച്ച് വൻ സ്വീകരണമാണ് ഒരുക്കിയത്. MV ജയരാജൻ, P ജയരാജൻ തുടങ്ങിയ ആളുകളൊക്കെ സന്നിഹിതരായി വലിയ തോതിൽ അവരെ സ്വീകരിച്ച് ആനയിക്കുകയാണ് ഉണ്ടായത്. CPM-നെതിരെ CBI കെട്ടിപ്പൊക്കിയ നുണകളുടെ കോട്ടകൾ ഇടിഞ്ഞു വീണു എന്നാണ് ജയിലിൽ നിന്ന് വിമോചിതനായതിനു ശേഷം ഈ കേസിലെ പ്രതി, കൊലക്കേസിലെ പ്രതി KV കുഞ്ഞിരാമൻ, മുൻ MLA പറഞ്ഞത്. നേതാക്കളെ ജയിലിലടയ്ക്കാൻ വേണ്ടി CBI കള്ളക്കഥ ചമച്ചുവെന്നും അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് CBI കോടതിയുടെ വിധി വന്നിട്ട് 4-ാം ദിവസം ഈ 4 പ്രതികളെ മോചിപ്പിക്കാൻ സാധിച്ചെന്നാണ് MV ജയരാജൻ, പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. CBI എന്ന് പറയുന്നത് ഇപ്പോഴും ഭരണകൂടത്തിന്റെ കയ്യിലെ ഒരു കൂട്ടിലടച്ച തത്തയാണെന്ന് ഈ കോടതി വിധി തെളിയിക്കുന്നുവെന്ന് P ജയരാജനും പറഞ്ഞു. കൊലപാതക കേസുകളിൽ വിധിയുണ്ടായി കഴിഞ്ഞാൽ ഇത് വളരെ സ്വാഭാവികമായ, സാധാരണമായ ഒരു നടപടിയാണ്. ഇതിന്റെ വിശദാംശങ്ങൾ ജസ്റ്റിസ് കമാൽ പാഷ ഈ യൂട്യൂബ് ചാനലിലെ അദ്ദേഹത്തിന്റെ കോളത്തിൽ വളരെ വ്യക്തമായും വൃത്തിയായും വെടിപ്പായും പറഞ്ഞിട്ടുണ്ട്. ഈ സ്വീകരണ പരിപാടികളൊക്കെ കഴിഞ്ഞ് സമയം കിട്ടുകയാണെങ്കിൽ അതൊന്ന് കേട്ടു നോക്കണം. അല്ലെങ്കിൽ CPM-ന് വേണ്ടി കേസ് വാദിക്കുന്ന മിടുക്കന്മാരായ വക്കീലന്മാര് എറണാകുളത്തും കണ്ണൂരും ഒക്കെ ഉണ്ടല്ലോ, അവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം. സാധാരണഗതിയിൽ ഒരു കൊലക്കേസില് അപ്പീൽ കൊടുത്താല് ആ അപ്പീല് പരിഗണിക്കുന്നതിന് കുറഞ്ഞ പക്ഷം 5 വർഷമെങ്കിലും വേണ്ടിവരും. അതുകൊണ്ട് തന്നെ 5 അതിൽ താഴെയോ വർഷക്കാലത്തേക്ക് തടവ് ശിക്ഷിക്കുന്ന കേസുകളില് അവരുടെ ശിക്ഷാവിധി അല്ലെങ്കിൽ അവരുടെ തടവ് മരവിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാറുണ്ട്. അത് വളരെ സ്വാഭാവികമായ ഒരു നടപടിയാണ്. അതാണിപ്പോൾ വാസ്തവത്തില് ഈ പേരിയ കേസിലെ 4 പ്രതികളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഏതാണ്ട് ഇവരെ കോടതി വെറുതെ വിട്ടു, അല്ലെങ്കിൽ ആ വിധി സ്റ്റേ ചെയ്തു, അല്ലെങ്കിൽ റദ്ദാക്കി എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങള് ഇതിലെ പ്രതികളടക്കമുള്ള CPM-ന്റെ നേതാക്കള് നടത്തുന്നത്. ഈ കേസിൽ CBI കെട്ടിപ്പൊക്കിയ കോട്ടകളൊക്കെ പൊളിഞ്ഞു, അല്ലെങ്കിൽ ഇത് നേതാക്കളെ ജയിലിലാക്കാനുള്ള CBI-യുടെ തന്ത്രമായിരുന്നു, അല്ലെങ്കിൽ നീക്കത്തിന്റെ ഭാഗമായിരുന്നു എന്നൊക്കെ പറയുന്നത് ശരിയാണെങ്കിൽ MV ജയരാജനും KV കുഞ്ഞിരാമനും ഒക്കെ മറുപടി പറയേണ്ട ഒരു ചോദ്യമുണ്ട്. എങ്കിൽ ബാക്കി 10 പ്രതികൾ ഇപ്പോൾ എവിടെയാണ്? അവർക്ക് എന്താണ് സംഭവിച്ചത്? അവരിപ്പോഴും ജയിലിൽ തന്നെ അല്ലേ? KV കുഞ്ഞിരാമനടക്കം MV ജയരാജൻ, P ജയരാജൻ ഇവരുടെയൊക്കെ ഒരു നിയമ വ്യാഖ്യാന വൈഭവം എത്രയുണ്ടെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തതിശയമേ, എന്നല്ലാതെ എന്ത് പറയാൻ.